ഇതാ കണ്ടോ, ഇതാ ജപ്പാന്. അപ്പോൾ നാളെ ജൂലൈ 5 രാവിലെ 4:18 ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ആരും വലിയ പേടിക്കൊന്നും വേണ്ട, നമുക്ക് പേടിയൊന്നുമില്ല. ഞാൻ എന്താക്കുക, ആ ടൈം ആകുമ്പോൾ ഞാൻ 4:15 ആകുമ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈവിൽ വരുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ നമുക്ക് നോക്കാമല്ലോ. നിങ്ങളും കണ്ടോ, ഇൻഷാ അല്ലാഹ് എന്ത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദുആർക്ക് എല്ലാവരും. ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്രനിരപ്പ് വിണ്ടുകീറും. എല്ലാ ദിശകളിലേക്കും വലിയ തിരമാലകൾ ഉയരും. പസഫിക് റിം രാജ്യങ്ങളെ സുനാമി തകർക്കും. 2011 മാർച്ചിലുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പത്തേക്കാൾ 3 ഇരട്ടി വലിയ സുനാമി രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ആഞ്ഞടിക്കും. ദ ഫ്യൂച്ചർ ഐ സോ എന്ന മംഗ പുസ്തകത്തിൽ റിയോ തുസക്കി കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ജൂലൈ 5 ജപ്പാൻ ഭീതിയുടെ മുൾമുനയിൽ നിന്ന നിമിഷം. പക്ഷേ ജപ്പാനിൽ ഒന്നും സംഭവിച്ചില്ല. പതിവ് പോലെ സമയം 4:18 കടന്ന് ജപ്പാനിൽ സൂര്യൻ ഉദിച്ചു. ആളുകൾ പതിവ് പോലെ ഉറക്കമെണീറ്റ് അവരവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഒരാളുടെ സ്വപ്നവ്യാഖ്യാനത്തിന് അടിസ്ഥാനത്തിൽ ഒരു മഹാദുരന്തമുണ്ടാകുമെന്ന അന്ധവിശ്വാസം ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച, അതിലൂടെ ലോകശ്രദ്ധയും ലോകവാർത്തയും പടച്ചുവിടാൻ കാരണമായ റിയോ തുസക്കിയുടെ പുസ്തകത്തിലെ വരികളിൽ പറഞ്ഞവയൊന്നും പക്ഷേ ജപ്പാനിൽ സംഭവിച്ചില്ല.